സൂക്ഷിക്കുക. ബഹുഭാരിത്വം. ഇപ്പോൾ ഒരു ഭർത്താവ് വേറൊരു സഹോദരിയെ ഒരുത്തിയെ കൂടെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിക്കൊണ്ട് ഒരു ഭാര്യയ്ക്ക് അതൊരിക്കലും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്ന സംഗതി ആകുമല്ലോ. അത് സ്വാഭാവികമായിക്കൊണ്ട് വരുന്നതാണ്. തൻ്റെ പ്രിയപ്പെട്ടവൻ മറ്റൊരുത്തിയുടേതാകുന്നെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രകൃതിയിൽ വരുന്നൊരു ഇടങ്ങറുണ്ട്. അതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. അവൾ പറയുകയാണ്, എന്താ അപ്പോൾ പടച്ചോൻ, എന്തൊക്കെ വിധിയുണ്ട്, ഇങ്ങനത്തെ ഒരു സംഗതി വെച്ചത് ഏതായാലും ശരിയായില്ല, ബഹുഭാരിത്വത്തിന് ലൈസൻസ് കൊടുത്തത് അതൊരിക്കലും ശരിയായില്ല എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ പറച്ചിലൂടെ നമ്മുടെ ഇസ്ലാം നഊദുബില്ല മുറിഞ്ഞു പോകുമെന്നാണ്. വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട കാര്യമാണ്. ഇപ്പം ഹറാമുകളിൽ പെട്ടുപോകും സ്വാഭാവികം. നമ്മളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷെ എന്താകും, ഹറാമുകൾ അറിയാതെ ചിലപ്പോൾ ഇതിലേക്ക് പെട്ടുപോകുകൾ സ്വാഭാവികം. മനുഷ്യനാണോ, തെറ്റുകൾ സംഭവിക്കും. ഒരുത്തം പറയാണ്, എന്തിനാ ഇപ്പോൾ പടച്ചോൻ ആ കള്ളുകൂടി ഹറാമാക്കിയത്, എന്തിനാണ് പടച്ചോനിപ്പോൾ ആ ഒരു വ്യഭിചാരം അത് പിന്നെ ഹറാമാക്കിയത്, അതിൻ്റെ ഹലാലായി കിട്ടിക്കണമെങ്കിൽ എന്ത് രസേനി എന്നൊരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിലോ നഊദുബില്ല, അത് കുഫർ സംഭവിക്കുന്ന വർത്തമാനമാണ്. ഹറാമ് അനുവദനീയമായി കിട്ടണമെന്ന് ആഗ്രഹിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഹറാമാക്കുന്നത് ശരിയായില്ല, എന്നിട്ടോ ഇവരിങ്ങനെ അതിനെ പേടിച്ചിട്ട് എന്താക്കുക, ഹറാമെന്ന് വിട്ടു നിൽക്കുന്നുണ്ട്, പക്ഷേ മനസ്സിലെന്താ ഉള്ളത്, ഹറാമെന്ന് വിട്ടു നിൽക്കുന്നുണ്ട്, പക്ഷെ മനസ്സിലെന്താ ഉള്ളത്, അതിനോട് പരിപൂർണമായിക്കൊണ്ട് വെറുപ്പ്. കള്ളുകൂടി ഹറാമാക്കിയതിൽ ഭയങ്കര വെറുപ്പ്, വ്യഭിചാരം ഹറാമാക്കിയതിൽ പേരും വെറുപ്പ്, അല്ലേ, സ്ത്രീ പുറത്തിട്ട് കൊണ്ട് പുറത്തു പോകണമെന്ന് പറഞ്ഞതിൽ ഭയങ്കര വെറുപ്പ്, ഒരിക്കലും ശരിയല്ല എന്നങ്ങോട്ട് പറയാം. എന്നിട്ട് ഗന്ധ്യതരല്ലാതെ നാട്ടിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞിട്ട് പോകേണ്ട ഒരു കാര്യമല്ല എന്നാണ് അവിടെ പഠിപ്പിക്കുന്നത്.